ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഗീവ് അതുപോലെ ഗേവ് ഇവ തമ്മിലുള്ള ഡിഫറൻസ് ഒരുപാട് ആളുകൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നതാണ്. ഒരുപാട് ആളുകൾ തെറ്റിച്ച് പറയുന്നത് കേട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ച് ഇതൊരു ക്ലാസ്സായിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടോ. സിമ്പിളായിട്ടുള്ളൊരു ടോപ്പിക്കാണ്. അറിയുന്നവരുണ്ടാവും, അറിയാത്തവരൂടെ ശ്രദ്ധിക്കാം കേട്ടോ. അപ്പോൾ ഓക്കെ, നമുക്ക് ക്ലാസ്സിലോട്ട് പോകാം. അപ്പം ഗീവ് അതുപോലെ ഗേവ് ഒരുപാട് ആളുകൾ തെറ്റിക്കുന്നതാണ്. അപ്പോൾ ഗീവും ഗേവും എന്താണ്? സെയിം മീനിങ് ആണ്. ഒന്ന് പ്രസൻ്റ് ആണ്, ഒന്ന് അതിൻ്റെ പാസ്റ്റ് ആണ്. ഓക്കെ, ഗീവ് എന്ന് വെച്ചാൽ നൽകുക എന്നതാണ്. ഗേവ് എന്ന് വെച്ചാലോ നൽകി എന്നതാണ് കേട്ടോ. നമ്മൾ പാസ്റ്റ് ടെൻസിൽ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ഗേവ് എന്നാണ് പറയുക കേട്ടോ. ഇത്രയും ഓർത്ത് വെക്കുക കേട്ടോ. ഗീവ് നൽകുക, ഗേവ് നൽകി. ഓക്കെ, ഇനി ഫോഗീവ് എന്നിട്ടൊരു വേർഡും കൂടെ ഉണ്ട് കേട്ടോ. അതും ഞാൻ ക്ലാസ്സിൻ്റെ അവസാനം പറയാം. അപ്പം ഗീവും ഗേവും ആദ്യം നമുക്ക് നോക്കാം. കുറച്ച് എക്സാമ്പിൾസ് ഉണ്ട്, എക്സാമ്പിൾസിലൂടെ നമുക്ക് പഠിക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് സെൻറ്റൻസുകളും കിട്ടും. അതിൻ്റെ ഉപയോഗം നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. പക്ഷേ എന്നാലും നമുക്ക് കുറച്ചും കൂടെ സെൻറ്റൻസുകൾ പറഞ്ഞു നോക്കാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് എക്സാമ്പിൾ ഞാൻ പറയാണ്. ഗിവ് ഇറ്റ് ടു മീ. ഗിവ് ഇറ്റ് ടു മീ എന്ന് പറയുമ്പോൾ എന്താണ്? ഇത് എനിക്ക് താന്ന് പറയില്ലേ, ഇത് എനിക്ക് താന്ന് പറയില്ലേ നമ്മൾ. ഗിവ് ഇറ്റ് ടു മീ, എനിക്ക് താ എന്ന് വെച്ചാൽ എനിക്ക് നൽകുക എന്ന് തന്നെയാണ് കേട്ടോ. ഗിവ് ഇറ്റ് ടു മീ. ഓക്കെ, ഇനി ഇത് എനിക്ക് നൽകി എന്ന് പറയാനാണ് നമ്മളവിടെ ഗീവിന് പകരം നമ്മൾ ഗേവ് ഉപയോഗിക്കുന്നത് കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് പറയാം? ഗേവ് ഇറ്റ് ടു മീ. എങ്ങനെ? ഗേവ് ഇറ്റ് ടു മീ ആണെങ്കിൽ എന്താണ്? അതെനിക്ക് നൽകി എന്നാണ് കേട്ടോ. ഈ ഗേവ് ഇറ്റ് ടു മീ, അവനിതെനിക്ക് തന്നു അല്ലെങ്കിൽ അവനിതെനിക്ക് നൽകി എന്നാണ് അർത്ഥം കേട്ടോ. അടുത്ത എക്സാമ്പിൾ നോക്കാം. പ്ലീസ് ഗിവ് ഇറ്റ് ടു ഹിം. പ്ലീസ് ഗിവ് ഇറ്റ് ടു ഹിം, അവനിത് നൽകൂ. അടുത്തൊരു എക്സാമ്പിളും കൂടെ നോക്കാം. ഗിവ് എ ഹിൻറ്റ്. ഗിവ് എ ഹിൻറ്റ് എന്താണ്? ഒരു സൂചന നൽകൂ എന്നാണ് അർത്ഥം കേട്ടോ. ഗിവ് എ ഹിൻറ്റ്, ഒരു സൂചന നൽകൂ. പ്ലീസ് ഗിവ് എ ഹിൻറ്റ്, പ്ലീസ് ഒരു സൂചന കൊടുക്കുക അല്ലെങ്കിൽ ഒരു സൂചന നൽകുക എന്നാണ് അർത്ഥം. ഓക്കെ, ഇനി അവൻ എനിക്കൊരു സൂചന നൽകി എന്നാണ് പറയുന്നത് എങ്കിൽ എങ്ങനെ പറയാം? ഈ ഗീവിന് പകരം നമ്മൾ അവിടെ ഗേവ് ആക്കി കൊടുക്കണം കേട്ടോ. ഹീ ഗേവ് മീ എ ഹിൻറ്റ്. ഹീ ഗേവ് മീ എ ഹിൻറ്റ്. ഓക്കെ, ഗീവ് എ ചാൻസ്. ഗീവ് എ ചാൻസ്, ഒരു ചാൻസ് കൊടുക്ക്. ഗീവ് എ ചാൻസ്, ഒരു ചാൻസ് കൊടുക്ക്. യു ഗീവ് എ ചാൻസ് ടു ഹിം. നീ അവനൊരു ചാൻസ് കൊടുക്ക് എന്നാണ് അല്ലേ. ചാൻസ് കൊടുക്ക്, ഗീവ്. ഇനി അവൻ എനിക്കൊരു ചാൻസ് നൽകി എന്നാണ് പറയുന്നെങ്കിൽ എങ്ങനെ പറയാം? ഹീ ഗേവ് മീ എ ചാൻസ്. അവൻ എനിക്കൊരു ചാൻസ് നൽകി. കിട്ടിയില്ലേ? ഒറ്റൊരു എക്സാമ്പിളും കൂടെ പറയാം. ഗിവ് വേ ടു ഹിം. അവന് വഴി മാറിക്കൊടുക്കുക എന്നാണ് കേട്ടോ. ഗിവ് വേ ടു ഹിം. ഓക്കെ, ഹീ ഗേവ് വേ ടു മീ. അവൻ എനിക്ക് വഴി മാറി തന്നു. ഹീ ഗേവ് വേ ടു മീ. അവൻ എനിക്ക് വഴി മാറി തന്നു. നെക്സ്റ്റ് ഗിവ് അപ്പ് എന്ന് വെച്ചാൽ എന്താണ്? ഗിവ് അപ്പ്. ഗിവ് അപ്പ് എന്ന് വെച്ചാൽ ഉപേക്ഷിക്കുക എന്നുള്ളതാണ് കേട്ടോ. ഗിവ് അപ്പ്, ഉപേക്ഷിക്കുക. ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. പ്ലീസ് ഗിവ് അപ്പ് യുവർ ഹോപ്പ് ഓഫ് ഗോയിങ് ടു ദുബായ്. എന്താണ് അർത്ഥം? പ്ലീസ് ഗിവ് അപ്പ് യുവർ ഹോപ്പ് ഓഫ് ഗോയിങ് ടു ദുബായ്. ദുബായിലേക്ക് പോകാനുള്ള നിൻ്റെ ആ ഒരു പ്രതീക്ഷയുണ്ടല്ലോ, നിൻ്റെ ആ ഒരു പ്രതീക്ഷ അല്ലെങ്കിൽ നിൻ്റെ ആഗ്രഹം നീ ഉപേക്ഷിക്കുക എന്നാണ് പറയുന്നത് കേട്ടോ. പ്ലീസ് ഗിവ് അപ്പ്, നീ ഉപേക്ഷിക്കുക, നീ അതുകൊണ്ട് കളഞ്ഞേക്ക്. യുവർ ഹോപ്പ് ഓഫ് ഗോയിങ് ടു ദുബായ്. ദുബായിലേക്ക് പോകാനുള്ള നിൻ്റെ ആ ഒരു പ്രതീക്ഷ നീ ഉപേക്ഷിക്കുക എന്നാണ് കേട്ടോ. ഉപേക്ഷിക്കൂ. ദെൻ ഗിവ് അപ്പ്, ഉപേക്ഷിക്കുക എന്നാകുമ്പോൾ ഉപേക്ഷിച്ചു എന്നിങ്ങനെ ആയിരിക്കും പറയാ? ഗേവ് അപ്പ് എന്നാ കേട്ടോ. ഗേവ് അപ്പ്, ഉപേക്ഷിച്ചു. അപ്പോൾ നമുക്ക് നേരത്തെ പറഞ്ഞ അതേ എക്സാമ്പിൾസ് ഗേവ് അപ്പ് ഒന്ന് പറഞ്ഞു, ഗേവ് അപ്പ് ഉപയോഗിച്ചിട്ടൊന്ന് പറഞ്ഞു നോക്കാം. ഐ ഗേവ് അപ്പ് മൈ ഹോപ്പ് ഓഫ് ഗോയിങ് ടു ദുബായ്. ഞാൻ ദുബായിലേക്ക് പോകാനുള്ള എൻ്റെ ഹോപ്പ് ഞാൻ ഉപേക്ഷിച്ചു. ഓക്കെ, അപ്പോൾ ഗിവ് അപ്പ്, ഉപേക്ഷിക്കുക. ഗേവ് അപ്പ് എന്ന് വെച്ചാണ് ഉപേക്ഷിച്ചു. കിട്ടിയില്ലേ? ഇപ്പം മനസ്സിലായില്ലേ? ഗീവിൻ്റെയും ഗേവിൻ്റെയും തമ്മിലുള്ള ഡിഫറൻസസ് രണ്ടും സെയിം ആണ്. ഒന്ന് സിമ്പിൾ പ്രസൻറ്റിൽ നമ്മൾ ഉപയോഗിക്കുന്നു, മറ്റത് പാസ്റ്റിൽ നമ്മൾ ഉപയോഗിക്കുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇവ തമ്മിലെ ഡിഫറൻസ് കേട്ടോ. ഗീവും ഗേവും തമ്മിലെ ഡിഫറൻസ് ഇത്രയേ ഉള്ളൂ, ഓർത്ത് വയ്ക്കാം. ഇനി നെക്സ്റ്റ് ഞാൻ ഇത് എടുത്തപ്പോൾ ഇതിൻ്റെ കൂടെ ഞാൻ ജസ്റ്റ് പറയാമെന്ന് വിചാരിച്ചു. ഫോഗീവ് എന്നുള്ള വാക്ക് കേട്ടോ. അപ്പോൾ ഫോഗീവും ഗീവും ഗേവും തമ്മിൽ യാതൊരു റിലേഷനും ഇല്ല, ഭയങ്കര എൻറ്റയർലി ഡിഫറെൻ്റ് ആട്ടോ. ഇത് നൽകുക എന്നുള്ള നമ്മൾ പറഞ്ഞത്, ഗീവ് നൽകുക. പക്ഷേ ഫോഗീവ് എന്താണ്? ക്ഷമിക്കുക എന്നാട്ടോ. അതുമായി യാതൊരു ബന്ധവുമില്ല അല്ലേ. ഫോഗീവ് ക്ഷമിക്കുക എന്നുള്ളതാണ് കേട്ടോ. ഫോഗീവ് ക്ഷമിക്കുക എന്നാവുമ്പോൾ അതിൻ്റെ പാസ്റ്റ് ഉണ്ടല്ലോ അല്ലേ, ക്ഷമിച്ചു. അപ്പോൾ എന്താ വരിക? ക്ഷമിച്ചു. ഫോഗേവ് എന്നാട്ടോ വരിക. ഫോഗേവ്, ക്ഷമിച്ചു. കിട്ടിയില്ലേ? അപ്പോൾ നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. പ്ലീസ് ഫോഗീവ് മീ, എന്നോട് ക്ഷമിക്കൂ എന്നാണ്. പ്ലീസ് ഫോഗീവ് മീ, എന്നോട് ക്ഷമിക്കൂ. പ്ലീസ് ഫോഗീവ് മീ
ഫോർ ദ ടൈം ബീയിങ്, തൽക്കാലത്തേക്ക് എന്നോട് ക്ഷമിക്കുക. ദെൻ ഐ ഫോർഗേവ് യു എന്നാണെങ്കിലോ ഞാൻ എന്നോട് ക്ഷമിച്ചു എന്നാണല്ലേ. ഐ ഫോർഗേവ് ക്ഷമിച്ചു എന്നാണ് കേട്ടോ. ഇനി പ്ലീസ് ഫോർഗീവ് മൈ ഒഫൻസസ്, ഞാൻ ചെയ്ത തെറ്റുകളൊക്കെ ഒന്ന് ക്ഷമിക്കുക. പ്ലീസ് ഫോർഗീവ് മൈ ഒഫൻസസ്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഡിഫറൻസ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി ആരും തെറ്റ് ആവർത്തിക്കരുത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിലൂടെ ചോദിക്കാവുന്നതാണ് കേട്ടോ. സോ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ്. അപ്പോൾ നമുക്കിനി അടുത്ത ക്ലാസ്സായിട്ട് കാണാം. താങ്ക് യു.